അപ്പോൾ നമ്മളിനി പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സിലേക്ക് പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ കൂടിയ റൈഡേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോടും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് കാര്യം അരുൺ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളൊരു റോഡ് ഷോ പ്ലാൻ ചെയ്തതല്ല. നമുക്ക് വയനാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരുന്ന വഴികളിൽ മുഴുവൻ നമ്മൾ ഈ പറഞ്ഞ വയനാട് ഒരു 70% കവർ ചെയ്തിട്ടുണ്ടാവും. 2 മണ്ഡലങ്ങൾ 3 മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം അടക്കം നമ്മൾ കവർ ചെയ്തു. 3 നിയോജക മണ്ഡലമാണ് വയനാട്ടിലുള്ളത്. ഇപ്പോൾ നാൾ വന്ന സ്ഥലങ്ങളിൽ ഒന്നും ഈ പറഞ്ഞ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവിടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ജനങ്ങളുടെ ഒരു 60% വരുന്ന പിന്നെ ഇത് പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സിന്റെ ഇത് പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സിന്റെ വാഹനമാണ്. വെഹിക്കിൾ ഫാക്ടറി ജബൽപൂർ കണ്ട ഒരു മിലിറ്ററി വണ്ടിയാണ്. അതെ അതെ, നമ്മൾ ആദ്യം ചെറ്റിപ്പോയി മിലിറ്ററിക്കാരാണോ എന്ന് വിചാരിച്ചു. ഇത് പിന്നീടാണ് ബോർഡ് നോക്കിയത് പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സിന്റെ വണ്ടിയാണ്. ഒലിവ് ഗ്രീൻ അടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഈ കളർ അടിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ തൊട്ടുപുറയില്ലേ മിലിറ്ററിന്റെ വണ്ടി വന്നോ എന്നായിപ്പോയി. ആരാണ് ഇതിന്റെ താങ്കളാണ് പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സിന്റെ പ്രസിഡന്റ് ആണ്. എൻ്റെ പേര് ഗ്രേറ്റർ. ഈ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയത് ഞങ്ങളായിരുന്നു. ഞങ്ങള് അല്ലേ? നിങ്ങൾ എത്ര പേര് വന്നു? ഞങ്ങൾ ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാ. എല്ലാവരും തിരിഞ്ഞാണ്. ടൂറിസ്റ്റ് വേണ്ടി വന്നാൽ നമ്മൾ രക്ഷപ്പെടും. അതിനകത്ത് സംശയം. ഞങ്ങൾക്ക് കഴിവുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഉച്ചി പുറകോട്ട് നിൽക്കുന്ന ക്ലബ്ബാണെന്നുള്ളൂ. പക്ഷെ കഴിവുണ്ട്. സപ്പോർട്ട് ചെയ്യാതെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ പ്രവർത്തനം എപ്പോൾ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ എത്തും. രക്ഷാപ്രവർത്തനത്തിന് ആദ്യം നേതൃത്വം നൽകിയ വിഭാഗമാണ് ഇവർ. അവർക്ക് തിരിച്ചു വരണമെങ്കിൽ ആരെങ്കിലും ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മുൻകൈയും പ്രേക്ഷകരോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ആർക്കൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ അവരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവരെ മാത്രമല്ല എല്ലാ ആളുകളെയും സപ്പോർട്ട് ചെയ്യണം. അല്ലേ? നിശ്ചയമായും. ഇതിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ പഴയ കാലം തൊട്ട് ജീപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് പുൽപ്പള്ളി. അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ പറയുന്നത് ഏറ്റവും കൂടുതൽ ജീപ്പ് ഓണേഴ്സ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിൻ്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജീപ്പ് അഡ്വഞ്ചർ സ്പോർട്സ് ഞങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തിക പരാതി കുറച്ച് പുറകോട്ടാണ് എല്ലാവരും. ആളുകൾ വന്നു തുടങ്ങി, നിങ്ങളെ അന്വേഷിച്ച് തുടങ്ങും. ഇനി പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സ് എവിടെ എന്ന് നിങ്ങൾ വരും. വയനാട്ടിൽ അറിയപ്പെടാൻ പോകുന്നത് ഇവരാണ്. അതെ, വയനാട്ടിൽ അറിയപ്പെടാൻ പോകുന്നത് നിങ്ങളാണ്. നിങ്ങളെടുത്ത എഫേർട്ടിന് പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ കൈയും മെയ് മറന്നാണ് പോരാടിയത്. അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും ആരും കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട. വളരെ സൗജന്യമായിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത്? അതെ, നിശ്ചയമായിട്ടും. ആദ്യത്തെ രക്ഷാപ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എത്ര വലിയ വരുന്നു മരണസംഖ്യ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടുത്തെ മനുഷ്യരുടെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് നമുക്ക് ഈ ദുരന്തത്തെ ഒരു പരിധിയോളം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത്. ആ യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്തുണ അർഹിക്കുന്നവരാണ്. നിശ്ചയമായും നിങ്ങളെ പിന്തുണയ്ക്കാൻ ആളുകൾ വരും. റിപ്പോർട്ടർ TV അതിനൊരു വഴിയൊരുക്കും. നമ്മൾ ഏജൻസിയായി പ്രവർത്തിക്കും. ആ ഏജൻസിയായി പ്രവർത്തിച്ചു എന്നുകൊണ്ട് വളരെ പ്രതിബദ്ധതയോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. താങ്ക് യു. പുൽപ്പള്ളി റൈഡേഴ്സ് ടിവിയുടെ ഇടപെടൽ കൊണ്ട് എത്ര ജീവനാണ് രക്ഷപ്പെട്ടത്. അല്ല, അത് സ്വാഭാവികമായും വരണമല്ലോ. നമ്മളെല്ലാവരും ചെയ്യണം. അതൊന്നും ഒരു വലിയ കാര്യമല്ലെങ്കിൽ പോലും. താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഈ യാത്ര ടീം സഫാരിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു നമ്മുടെ റൈഡിങ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ? പറയൂ. അത് നമ്മുടെ തോൽപ്പെട്ടി കുറുവാദ്വീപ് ഇത് രണ്ടും കോടതിയിൽ കിടക്കുന്ന കേസാണ്. പക്ഷേ ഈ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗം അല്ലാണ്ട് ആ ഭാഗത്തും കുറേ പേര് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. കറക്റ്റ്. പിന്നെ ജീപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാവരും ആവർത്തനമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ ഭാഗത്ത് റിപ്പോർട്ട് TVക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ കഴിഞ്ഞാൽ കുറുവാദ്വീപിനെ സംബന്ധിച്ച് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ പറഞ്ഞാൽ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയൊക്കെ അവരിപ്പോൾ നല്ല റിനോവേറ്റ് ചെയ്ത് നല്ല ഇപ്പോൾ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ കേരളം വരുന്ന രീതിയിലെല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 60 പ്രാവശ്യം കവർ ചെയ്യുമെന്ന് തോന്നുന്നു. അതിനുശേഷം ഫുള്ള് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് വാർത്തകളിൽ നിർത്താം. നമുക്ക് വനംവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്യാം. കാര്യം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ അത് സാധ്യമാണ്. എന്താ മോനെ പേര്? സൂര്യ. എവിടെ വീട്? പുതിയവാടി. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഈ യാത്ര നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഒരു വണ്ടി ഇവിടെ ഉണ്ടല്ലോ. ഇതെന്താണ് സംഭവം? ഇതാണ്, അതായത് ഇവരുടെ ടാലൻറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയണോ? നിങ്ങളുടെ ടാലൻറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു വണ്ടി മറ്റൊരു വണ്ടിയുടെ ടയറിന് മുകളിൽ ഇത് അനുകരിക്കാനുള്ളതല്ല കേട്ടോ. ദയവ് ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് അനുകരിക്കരുത്. ഇതിവിടുത്തെ ടാലൻറ്റഡ് ആയിരിക്കുന്ന ഓഫ് റോഡേഴ്സ് എങ്ങനെയാണ് വലിയ പാറക്കല്ലുകൾക്ക് മുകളിലൂടെ ഈ വാഹനം കൊണ്ടുപോകുന്നത് കാണിക്കുക മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും അനുകരിക്കാനുള്ളതല്ല. പക്ഷേ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി കാണിച്ചാണ്. ഈ ടയറിൻ്റെ മുകളിൽ ഈ ടയർ കയറിയിരിക്കുക. അബദ്ധത്തിൽ ഇടിച്ചതല്ല, ഇവർ നമുക്ക് കാണിച്ചു തന്നതാണ്. ഇവരുടെ ഇത്രയും ടാലൻറ്റുള്ള ഓഫ് റോഡേഴ്സ് നമ്മുടെ ഇവിടെ വയനാട്ടിലുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ വരിക, ഈ ഓഫ് റോഡേഴ്സിനെ നിങ്ങൾ തിരയുക. അത്യാവശ്യം നല്ല അഡ്വഞ്ചറായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യുക. ജീവിതം കുറച്ചല്ലേ ഉള്ളൂ. അത് പരമാവധി ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ റെസ്പോൺസിബിളായി ആസ്വദിക്കൂ അല്ലേ? നമുക്കിത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? ഹൃദയത്തിൻ്റെ ഭാഷയിൽ റിപ്പോർട്ടർ TVയുടെ വയനാടിന് വേണ്ടിയിട്ട് എന്നും നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും
ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിക്ക് വേണ്ടി താങ്ക്സ് പറയുന്നു, നന്ദി പറയുന്നു. ആൻഡ്രൂ, ഒറ്റ വാചകത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു സാർ, താങ്ക് യു. നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ വലിയ വിജയമായി. നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ ആളുകൾ പങ്കെടുത്തു, സംഘടനകൾ പങ്കെടുത്തു. അത് നമ്മൾ വരുന്ന വഴികൾ മുഴുവൻ കണ്ടു. ഏകദേശം നമ്മളൊരു 2-3 മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ കൂടെ നമ്മൾ മുഴുവൻ ലൈവാണ് നമ്മൾ ചെയ്തത്. ഒരു അധികം നമ്മൾ 1-2 വാർത്തകൾ മാത്രമാണ് അതിനകത്ത് നമ്മൾ കെയർ ചെയ്തത്. പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് റീബിൽഡ് വയനാട് എന്ന് പറയുന്നത് വയനാട്ടുകാരുടെ ആവശ്യമാണ്. അവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ടത് വയനാട്ടുകാരുടെ ആവശ്യമാണ്. അവിടുത്തെ പിന്നെ കൃഷി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. സാധാരണക്കാരായ ജനങ്ങളാണ്. ഇവർ മുഴുവൻ തിരിച്ചു വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇത് ഒരു വലിയ ഇനീഷ്യേറ്റീവായി സർക്കാരും ഗവൺമെൻറ്റും കണ്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ കൂടെ നിന്ന് വയനാടിനെ ഉയർത്തിക്കൊണ്ട് വരുമെന്ന് പ്രതീക്ഷയോടുകൂടി നമുക്ക് നിർത്താം. മാത്രമല്ല, സാധാരണ ഇടുക്കി ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ ഉണ്ണി ബാലകൃഷ്ണൻ സാറ്. അവിടെ മൂന്നാറിൽ പോയി മഞ്ഞ് കാണുക എന്നുള്ളതാണ് ഇടക്കാലത്തൊരു അല്ലേ. പക്ഷേ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്നതൊരു വലിയ 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 അനുഭവമായി, വലിയ സന്തോഷമായി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയുടെ കർമ്മമാണല്ലോ. ഇതൊരു പ്രകടനമായിരുന്നില്ല, ഇതൊരു പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ട് ആ പ്രവൃത്തിക്കൊരു ഗുണമുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.